നമ്മുടെ ഈ വെടിനിർത്തൽ അതിൻ്റെ ഒരു കരാർ വിവാദി വെച്ചു. അതിൽ അമേരിക്കയുടെ ഇടപെടലാണോ പ്രശ്നം, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വിടാത്തതാണോ പ്രശ്നം? അപ്പോൾ എന്താണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്? എന്താണ് ആവശ്യം? ഇത് സഭ വിളിച്ചു ചേർത്ത് സർക്കാരെല്ലാം പറയണമെന്നാണ്. ഒരു ജനാധിപത്യ രാജ്യമല്ലാത്ത പാകിസ്ഥാനിൽ പോലും ഇത് സംബന്ധിച്ച് അവർ പാർലമെൻറ്റ് സമ്മേളനത്തിൽ വിവരങ്ങൾ നൽകുന്നുണ്ട്. മന്ത്രിമാർ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ലോകത്തിന് മാതൃകയായിട്ടുള്ള ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം മുഖ്യ പ്രതിപക്ഷം ഉൾപ്പെടെ ഒരു പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു ചേർത്ത് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം, തങ്ങളെ വിശ്വാസത്തിലെടുക്കണമെന്ന് പറയുമ്പോൾ അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്നത് ഇന്നുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, നല്ല കാര്യം. സമാധാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും മടങ്ങട്ടെ. ഇരു ജനതയ്ക്കും അഭികാമ്യമാകുന്നത് സമാധാനമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ പാർലമെൻറ്റ് സമ്മേളനം അടിയന്തരമായി വിളിച്ചു ചേർത്ത് രാജ്യത്തെ ജനങ്ങളെ, രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കേണ്ടത് അനിവാര്യമാണ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പോൾ കാശ്മീർ വിഷയം ഡൊണാൾഡ് ട്രംപിൻ്റെയും അതുപോലെ തന്നെ അവരുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെയും പ്രസ്താവനകൾ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് വായിക്കുകയാണെങ്കിൽ, കാശ്മീർ വിഷയം അന്താരാഷ്ട്രവൽക്കരിക്കപ്പെട്ടു എന്നുള്ള സൂചനകൾ ശക്തമാണ്. അതായത് അമേരിക്കയാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നത്. ഇപ്പോൾ ട്രംപ് ഒരു പടി കൂടി കടന്നിട്ട് കാശ്മീർ മൂപ്പരം ഇടപെടാൻ പോവുകയാണ്. ഇപ്പോൾ ഗാസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ പോലെ വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് വേണമെങ്കിൽ കാശ്മീർ എനിക്ക് വിട്ടുതരണമെന്ന് വേണമെങ്കിൽ അയാൾ പറയും. ആ രൂപത്തിലേക്ക് അമേരിക്കയെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിസ്സഹായാവസ്ഥയും നിസ്സംഗതയും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകരുത്. മുൻകാലങ്ങളിലൊക്കെ കാശ്മീരിനെക്കുറിച്ച് ഇതുപോലെ പാശ്ചാത്യ ശക്തികൾ അഭിപ്രായം പറയുമ്പോൾ അതിൽ നിങ്ങൾ ഇടപെടേണ്ടതില്ല എന്ന് ഇന്ത്യയിലെ എല്ലാ ഭരണകർത്താക്കളും അതിശക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഒരുപാട് പുകമറയുണ്ട്, സംശയങ്ങളുണ്ട്. സർക്കാർ പറയുന്നത്, കേന്ദ്ര സർക്കാർ പറയുന്നത് വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾക്കിടയിലില്ല. പക്ഷേ പ്രധാനമന്ത്രി രാഷ്ട്രീയ പാർട്ടികളെ വിളിക്കണം, അഭിസംബോധന ചെയ്യണം, പാർലമെൻറ്റ് വിളിച്ചു ചേർക്കണം. ഇത് സംബന്ധിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് അറുതി കുറിക്കണം. നമ്മുടെ സൈനിക ദളങ്ങളുടെ മനോവീര്യം നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഉണ്ടാകരുത്. ഇപ്പോൾ ഈ സംഘർഷത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച്, നമുക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് പാശ്ചാത്യ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ നമ്മളെയൊക്കെ നടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഏറ്റവും വിലപ്പെട്ട റാഫേൽ വിമാനങ്ങൾ, 2-3 വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള പ്രസ്താവന പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഇസഹാക്ക് ദർ പാകിസ്ഥാൻ പാർലമെൻറ്റിൽ നടത്തി. ലോകത്തിലെ CNN ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നു. അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ പോലും വ്യക്തമായിട്ടുള്ള മറുപടിയില്ല. എല്ലാ കാലത്തും ഇങ്ങനെയുള്ള മേഖലകളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരാറുണ്ട്, രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കാറുണ്ട്. എന്തായാലും നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഘട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യാതൊരുവിധ മടിയില്ലാതെ, തടസ്സമില്ലാതെ നിസ്തൂലമായിട്ടുള്ള പിന്തുണ സർക്കാരിനും സേനാവിഭാഗങ്ങൾക്കും നൽകി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.